ഏത് കാറ്റ് വന്നാലും ഇളകാത്തതാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ആ നിങ്ങളുടെ അഭിപ്രായത്തോട് ഞങ്ങൾക്ക് നല്ല മതിപ്പ് തന്നെയാണ്. പക്ഷേ അത്തരത്തിലുള്ള നമ്മുടെ ശക്തി കേന്ദ്രങ്ങളിൽ വന്നിട്ടുള്ളത് ഗൗരവമേറിയ വിഷയമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് വളരെ ശക്തമായൊരു പാർട്ടിയാണ്. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ അടിത്തറ തകരില്ലെന്നില്ലെന്ന് പറയുന്നത്? ശരിയുടെ മേലെ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഞങ്ങൾ. അവിടെ തന്നെ ഞങ്ങൾക്ക് ചില ഒലച്ചൽ തട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കരുതേണ്ടത് ഏത് കാറ്റിനെയും പ്രതിരോധിക്കാനുള്ള കരുത്ത് നേടുക എന്നുള്ളതാണ്. ഇപ്പോഴുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് കൊടുങ്കാറ്റടിച്ചാലും തകരാത്ത നിലയിൽ അടിത്തറയും മേൽപ്പുരയും സുശക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിന് പാർട്ടിയെ സജ്ജമാക്കുക എന്നുള്ളതാണ്, മുന്നണിയെ സജ്ജമാക്കുക എന്നുള്ളതാണ്. ഈ വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷ സമുദായവും ന്യൂനപക്ഷങ്ങളും ഒക്കെ തന്നെ പാർട്ടിയിൽ നിന്ന് അകന്നുപോയി. ഇപ്പം പാർട്ടി കേഡർമാരും പാർട്ടി വോട്ട് ചെയ്തിട്ടില്ല പലയിടത്തും. അപ്പം കുറച്ച് വോട്ടുകൾ നഷ്ടപ്പെട്ടത് അങ്ങനെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ നിലവിലുള്ള നേതൃത്വം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ പോയ പാർട്ടി വോട്ടുകൾ തിരിച്ചു വരുമോ, അല്ലെങ്കിൽ അതിന് മാറ്റം വരണോ, അല്ലെങ്കിൽ പാർട്ടിക്ക് നിലവിലുള്ള നേതൃത്വത്തിന്റെ ശൈലിയോട് ജനങ്ങളും ഒന്നെ പാർട്ടി കേഡർമാരും വിയോജിച്ചതല്ലേ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കണ്ടത്? കേരളത്തിലാകെ എല്ലാ ന്യൂനപക്ഷങ്ങളും ഞങ്ങളിത് പോയി എന്ന് പറഞ്ഞതും ശരിയായിട്ടുള്ളതല്ല. പഴയക്കോടൊക്കെ ഞങ്ങൾ ജയിക്കുന്നു. അത് ന്യൂനപക്ഷ വോട്ടിൻ്റെയൊക്കെ പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഞങ്ങൾക്കവിടെ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഒരുപോലെയാണെന്നൊന്നും പറയാൻ സാധിക്കില്ല. പിന്നെ ഈ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇനിയും വിശദമായി പരിശോധിക്കാൻ പോവുകയാണ്. പ്രാഥമികമായൊരു പഠനമാണ് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് നടത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ പാർട്ടി PV ചേരുന്നുണ്ട്. അതിനുശേഷം ഈ വരുന്ന 12-ാം തീയതി അവിടെ പാർട്ടി വീണ്ടും സെക്രട്ടേറിയറ്റ് യോഗവും 13, 14 തീയതികളിൽ സംസ്ഥാന കമ്മിറ്റി യോഗവും ചേരുന്നുണ്ട്. നിങ്ങളൊക്കെ വാർത്ത കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ കമ്മിറ്റികളിലൂടെയെല്ലാം വളരെ വിശദമായി കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യും. എല്ലാ ചർച്ചയും പൂർത്തീകരിച്ചു എന്നുള്ളതല്ല, ഇനിയും ഞങ്ങൾ കണ്ടെത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കണ്ടെത്താനാണ് ഞങ്ങളുടെ ഒരു പ്രാഥമികമായ നിഗമനത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇനിയും ഞങ്ങൾ കണ്ടെത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അത് കണ്ടെത്താൻ പാർട്ടി എല്ലാ തലങ്ങളിലും പരിശോധിക്കുമ്പോഴാണ് ഈ രംഗത്ത് പ്രവർത്തിച്ച ആയിരക്കണക്കിന് സഖാക്കളുടെ അനുഭവങ്ങളിൽ നിന്ന് എന്താണ് നമുക്ക് സംഭവിച്ചത് എന്ന ഒരു ശരിയായ നിഗമനത്തിൻ്റെ ആരംഭമുണ്ടാവുക. അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് പാർട്ടി എന്തുകൊണ്ടാണ് ഇത്തരം സംഭവം ഉണ്ടായത്, അത് പരിഹരിക്കാൻ എന്തൊക്കെ വേണം എന്ന നിലപാട് സ്വീകരിക്കുക. കഴിഞ്ഞ ദിവസം LDF കൺവീനർ പറഞ്ഞത് വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും ഒക്കെ വർഗവഞ്ചകർ എന്ന് പറയുന്നത് ശരിയല്ല. പാർട്ടി വിട്ടു പുറത്തു പോയ പലരും വർഷങ്ങൾക്ക് ശേഷം തിരികെ വന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും അങ്ങനെ തിരികെ വരാൻ പിന്നീട് സജ്ജരായാൽ പാർട്ടിയിലെടുക്കുന്നു. അതൊന്നും എനിക്കറിയുന്ന കാര്യമല്ല. ഈ കാര്യങ്ങളെല്ലാം ഏത് കാര്യങ്ങളും പാർട്ടിയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ്. പാർട്ടിയുടെ മുമ്പാകെ ഒരു വിഷയം വരുമ്പോൾ ആ വിഷയം അതിൻ്റെ നാനാവശങ്ങൾ, ഗുണദോഷഫലങ്ങൾ പാർട്ടിയുടെ ഘടകം ചർച്ച ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. അങ്ങനെയാണ് ഞങ്ങൾ നിലപാട് സ്വീകരിക്കുക. ഏത് വിഷയവും പാർട്ടി വിട്ടുപോയവരാകട്ടെ, പാർട്ടിയിലേക്ക് വരുന്നവരാകട്ടെ, അല്ലെങ്കിൽ മറ്റു പലരുമാകട്ടെ, അങ്ങനെയുള്ളവരൊക്കെ വരുമ്പോൾ അതെല്ലാം ബന്ധപ്പെട്ട പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ പലരും പാർട്ടി വിട്ട് CPM-ലേക്ക് വരുമ്പോൾ സ്വീകരിക്കില്ല. അതെല്ലാം ബന്ധപ്പെട്ട പാർട്ടി ഘടകം പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് വേണം എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് പാർട്ടി സമീപനം സ്വീകരിക്കുന്നത്. അതൊക്കെ ഓരോ ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന വിഷയങ്ങളാണ്. ആ വിഷയങ്ങളെല്ലാം പുതിയ വിഷയം വരുമ്പോഴാണല്ലോ എല്ലാം പരിശോധിക്കുക. ആ വിഷയങ്ങൾ പരിശോധിച്ചുകൊണ്ട് TK ഗോവിന്ദൻ ജയിച്ചതിന് ശേഷം കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ വലിയ സ്വീകരണം കിട്ടി. വർഗവഞ്ചകർ എന്ന് വിളിക്കില്ല എന്നാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനൊന്നും മറുപടി പറയേണ്ട ഒരാളാണോ ഞാൻ?
എനിക്കെന്താ അതുമായി പറയുന്നത്? സ്വീകാര്യത അല്ല, അത് ഞാൻ പറയുന്നത് ഒരു വീട്ടിലേക്ക് പോകുന്നു, കാണുന്നു, ബന്ധപ്പെടുന്നു. അതൊക്കെ ഇപ്പോൾ എൻ്റെ മുമ്പിലൊരു ചോദ്യമായി വന്നു ഞാൻ മറുപടി പറയേണ്ട വിഷയമാണ്. ഞാൻ കാണുന്നില്ല. വി കുഞ്ഞികൃഷ്ണനും ടി കെ ഗോവിന്ദനും അവർ ചില വിഷയങ്ങൾ ഉയർത്തിയാണ് പാർട്ടി വിട്ടുപോയത്. അവരുടെ നിലപാട് ശരിയാണെന്നുണ്ടെങ്കിൽ ജനവിധി തെളിയിക്കുന്നത്. അവരുടെ നിലപാട് ശരിയാണെന്ന് അവർ തെളിയിക്കുന്നു. ആ നിലപാടല്ല, ഞങ്ങളുടെ കാര്യങ്ങളാണ് ഞങ്ങൾ വ്യക്തമാക്കുന്നത്. അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ടാകും, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യങ്ങളുണ്ട്. പാർട്ടിയുടെ നിലപാടാണ് പാർട്ടിയുടെ സമീപനം. ഇ പി ജയരാജൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സ്ഥലമാണ് മട്ടന്നൂർ. കഴിഞ്ഞ തവണ 60,000 സംസ്ഥാനത്ത് ഏറ്റവും കൂടി ഭൂരിപക്ഷമാണ്. അത് 14,000-ലേക്ക് എത്തുന്നു. പയ്യന്നൂരില് 1,00,000-ഓളം ഉള്ളത്, അതും 6,000 വോട്ടിന് UDF സ്ഥാനാർത്ഥി വിജയിക്കുന്നു. അങ്ങനെ പാർട്ടി വോട്ടുകൾ വലിയ തോതിൽ ചോർന്നു. ഞാൻ പറയുന്നത് ഈ 2 മണ്ഡലത്തിൽ മാത്രമല്ല, ചോർന്നു പാർട്ടി വോട്ടുകൾ ചോർന്നത്. പാർട്ടി എല്ലാം അതിനല്ലേ ചോർന്നതല്ലേ. ഇപ്പോൾ മറ്റു പല മണ്ഡലങ്ങളിലും എങ്ങനെയാ ചോർന്നതല്ലേ. അഴീക്കോട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച ഭൂരിപക്ഷത്തിൽ വളരെ സുമേഷിന് ചെറിയ ഭൂരിപക്ഷമല്ലേ ഉള്ളൂ. എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് ചോർന്നില്ലേ. ഞാൻ തൃക്കരിപ്പൂർ ചോർന്നില്ലേ. ഏത് മണ്ഡലത്തിലാണ് ചോരാതിരുന്നത്? നിങ്ങളുടെ ഈ നിഗമനത്തിൽ അല്ല, പയ്യന്നൂരും തളിപ്പുറവും മാത്രമല്ല, പൊതുവായി ഞങ്ങൾക്ക് തിരിച്ചടി വന്നിട്ടുണ്ട്. ആ തിരിച്ചടിയുടെ കാരണം എല്ലാ മണ്ഡലങ്ങളും ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ ആകെ സ്ഥിതി, അതാത് സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന പാർട്ടി ഘടകം, അതിനെ നയിക്കുന്ന പാർട്ടി ഘടകങ്ങൾ, അതിനെല്ലാം ക്രോഡീകരിച്ച് കിടക്കുന്ന പാർട്ടി ഘടകങ്ങൾ, ഇവരുടെയൊക്കെ അഭിപ്രായത്തിന്, പരിശോധനയ്ക്ക്, ചർച്ചയ്ക്ക് വിധേയമാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എന്താണ് സംഭവിച്ചത് എന്നുള്ള നിഗമനത്തിലെത്തുക.